ഇന്ന് ക്രൈഫിഷുകൾ എങ്ങനെയൊക്കെ ബ്രീഡിങ് ചെയ്യിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ആ 2 രീതിയാണ് നമ്മളിവിടെ ക്രൈഫിഷുകൾ ബ്രീഡിങ് നടത്താറ്. ഒന്ന്, ഒരു കമ്മ്യൂണിറ്റി ടാങ്കിൽ മെയിലും ഫീമെയിലുകളെയും ഒരു 3-4 പെയറുകളെ ഒരുമിച്ചിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റം. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയ ടാങ്കിലോ അല്ലെങ്കിൽ ടബിലോ നമ്മൾ സെലക്ട് ചെയ്യുന്ന മെയിലോ ഫീമെയിലിനോ എടുത്ത് അതിലേക്ക് ഇടുന്ന ഒരു രീതി. അതായത് മെയിലും ഫീമെയിലും ഒരു 4 മാസത്തിന് മുകളിലെങ്കിലും പ്രായം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ അങ്ങനത്തെ ബ്രീഡിങ്ങിന് തിരഞ്ഞെടുക്കുന്നത്. അവരെ നമ്മളൊരു ടാങ്കിലിടുമ്പോൾ ചിലപ്പോൾ മെയ്റ്റിങ് നമുക്ക് നടക്കുന്നത് കാണാൻ പറ്റാം, ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഹൈഡിങ് പ്ലേസിൽ നിന്ന് ഫീമെയിൽ ഇറങ്ങാതിരിക്കുമ്പോൾ നമുക്ക് മെയ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മെയിലിനെ മാറ്റിയിടാം. ഏകദേശം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അവർക്ക് എഗ്ഗ് ആവുകയും അത് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും 2 ആഴ്ച കഴിയുമ്പോഴത്തേനും അത് എഗ്ഗ് റിലീസാവുകയും ചെയ്യും. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്.